ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഈസി കോഡിംഗ് ചാനൽ. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ICDയുടെ ബുക്ക് പരിചയപ്പെട്ടു. ഇന്ന് നമ്മൾ ICD ഫസ്റ്റ് ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാണ്. സെർട്ടൈൻ ഇൻഫെക്ഷ്യസ് ആൻഡ് പാരസൈറ്റിക് ഡിസീസസ്. ഇതിൻ്റെ കോഡ് റേഞ്ച് A000 to B99 വരെയാണ്. അപ്പോൾ ഈ ചാപ്റ്റർ കോഡ് ചെയ്യുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്, കുറച്ച് ഗൈഡ് ലൈൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ അതാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഹ്യൂമൻ ഇമ്മ്യൂണോഡെഫിഷ്യൻസി വൈറസ് ഓർ HIV കോഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. ഫസ്റ്റ് ഗൈഡ് ലൈൻ, കോഡ് only confirmed cases. HIV പോസിറ്റീവ് ഓർ HIV റിലേറ്റഡ് ഡിസീസ്, അതായത് HIV കൺഫേംഡ് ആണെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ കോഡ് ചെയ്യാൻ പാടുള്ളൂ. HIVയുടെ കോഡ് B20 ആണ്. അതല്ലാതെ സസ്പെക്റ്റഡ് HIV, പോസിബിൾ HIV, പ്രൊബബിൾ HIV അങ്ങനെയൊക്കെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ HIVയുടെ B20 കോഡ് ഇടാൻ പാടില്ല. ഫോർ എക്സാമ്പിൾ, പേഷ്യൻ്റ് അഡ്മിറ്റഡ് വിത്ത് ഫീവർ വിത്ത് പോസിബിൾ HIV അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും HIV ഈ ക്വസ്റ്റ്യനിൽ കൺഫേംഡ് അല്ല. സോ നമ്മൾ ഒരിക്കലും HIVയുടെ B20 കോഡ് അല്ല ഇടേണ്ടത്. നമ്മൾ ഫീവറിന്റെ കോഡ് മാത്രമാണ് ഇടേണ്ടത്, R50.9. സെക്കൻഡ് ഗൈഡ് ലൈൻ, സെലക്ഷൻ ആൻഡ് സീക്വൻസിങ് ഓഫ് HIV കോഡ്സ്. അതായത് ഒരു HIV പേഷ്യൻ്റ് HIV റിലേറ്റഡ് കണ്ടീഷനായിട്ട് അഡ്മിറ്റ് ആയിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ ഒരു HIV പേഷ്യൻ്റ് HIV അൺറിലേറ്റഡ് കണ്ടീഷനായിട്ട് അഡ്മിറ്റ് ആയിട്ടുണ്ടെങ്കിൽ അപ്പോൾ എങ്ങനെയായിരിക്കും കോഡ് സീക്വൻസിങ് എന്നാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് കേസ് നമുക്ക് നോക്കാം. പേഷ്യൻ്റ് അഡ്മിറ്റഡ് ഫോർ HIV റിലേറ്റഡ് കണ്ടീഷൻ. HIV റിലേറ്റഡ് കണ്ടീഷനായിട്ട് തന്നെയാണ് ഒരു HIV പേഷ്യൻ്റ് അഡ്മിറ്റ് ആയിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് HIVക്ക് കോഡ് ചെയ്യുക. ദെൻ നമ്മൾ സെക്കൻഡ് നമ്മൾ റിലേറ്റഡ് കണ്ടീഷന് കോഡ് ചെയ്യുക. ഒരു എക്സാമ്പിൾ, an HIV positive patient is admitted to the hospital for pneumocystis pneumonia. അപ്പോൾ ഇതിൽ pneumocystis pneumonia എന്ന് പറയുന്നത് HIV റിലേറ്റഡ് കണ്ടീഷൻ ആണ്. സോ നമ്മൾ ഫസ്റ്റ് കോഡ് ചെയ്യേണ്ടത് HIVക്കാണ്. അപ്പോൾ HIVയുടെ B20, ദെൻ നമ്മൾ pneumocystis pneumoniaക്ക് കോഡ് ചെയ്യുക B59. ഇനി നെക്സ്റ്റ് കണ്ടീഷൻ, പേഷ്യൻ്റ് അഡ്മിറ്റഡ് ഫോർ HIV അൺറിലേറ്റഡ് കണ്ടീഷൻ. അൺറിലേറ്റഡ് കണ്ടീഷൻ ആണ്. ഇപ്പോൾ പേഷ്യൻ്റ് അഡ്മിറ്റ് ആവാനുള്ള കാരണം HIV അൺറിലേറ്റഡ് കണ്ടീഷൻ ആണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കോഡ് ചെയ്യേണ്ടത് ആ അൺറിലേറ്റഡ് കണ്ടീഷൻ ആണ്. ദെൻ നമ്മൾ സെക്കൻഡ് കോഡ് ചെയ്യേണ്ടത് HIVക്കാണ്. For example, an HIV patient admitted with unstable angina, native coronary atherosclerosis. അങ്ങനെയാണ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നതെന്ന് വിചാരിക്കുക. അതായത് ഒരു പേഷ്യൻ്റ് നെഞ്ചുവേദനയായിട്ട് ഹാർട്ടിലേക്ക് ആവശ്യത്തിന് ബ്ലഡ് എത്താതെ നെഞ്ചുവേദനയായിട്ടാണ് ഇപ്പോൾ അഡ്മിറ്റ് ആയിട്ടുള്ളത് ഒരു HIV പേഷ്യൻ്റ്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് കോഡ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ ഇതൊരു അൺറിലേറ്റഡ് കണ്ടീഷനാണ്. ഇപ്പോൾ പേഷ്യൻ്റ് അഡ്മിറ്റ് ആയിട്ടുള്ളത് നെഞ്ചുവേദനയായിട്ടാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ആ അൺസ്റ്റേബിൾ ആൻജൈന ആ കണ്ടീഷനാണ് നമ്മൾ കോഡ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് അത് കഴിഞ്ഞിട്ടാണ് സെക്കൻഡ് കോഡാണ് നമ്മൾ B20 വരിക, HIVക്കുള്ള കോഡ് വരിക. ഇനി നെക്സ്റ്റ് കണ്ടീഷൻ, വെദർ ദ പേഷ്യൻ്റ് ഈസ് ന്യൂലി ഡയഗ്നോസ്ഡ്. അതായത് ന്യൂലി ഡയഗ്നോസ്ഡ് മൾട്ടിപ്പിൾ ക്യൂട്ടേനിയസ് കാപ്പോസിസ് സാർക്കോമ ഓഫ് ദ സ്കിൻ ഇൻ പ്രീവിയസ്ലി ഡയഗ്നോസ്ഡ് HIV ഡിസീസ്. അതായത് HIV മുന്നേ തന്നെ കൺഫേം ചെയ്തിട്ടുണ്ട്, പക്ഷേ ഇപ്പോൾ ആദ്യമായിട്ടാണ് ഇപ്പോൾ HIV റിലേറ്റഡ് ഡിസീസ് ആയിട്ടുള്ള കാപ്പോസിസ് സാർക്കോമ ആദ്യമായിട്ടാണ് ഇപ്പോൾ ഡയഗ്നോസ് ചെയ്തിട്ടുള്ളത് എന്നുണ്ടെങ്കിലും നമ്മൾ ഫസ്റ്റ് HIVക്കാണ് കോഡ് ചെയ്യേണ്ടത്. അത് കഴിഞ്ഞിട്ടാണ് കാപ്പോസിസ് സാർക്കോമയ്ക്ക് കോഡ് ചെയ്യേണ്ടത്. ഇനി അടുത്ത ഗൈഡ് ലൈൻ, അസിംറ്റമാറ്റിക് ഹ്യൂമൻ ഇമ്മ്യൂണോഡെഫിഷ്യൻസി വൈറസ്. അതായത് പേഷ്യൻറ്റിന് HIV പോസിറ്റീവ് ആണ്, HIV കൺഫേം ചെയ്തിട്ടുണ്ട്, പക്ഷേ സിംറ്റംസ് ഒന്നുമില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ B20 അല്ല കോഡ് ചെയ്യേണ്ടത്, Z21 ആണ്. അസിംറ്റമാറ്റിക് ഹ്യൂമൻ ഇമ്മ്യൂണോഡെഫിഷ്യൻസി വൈറസിന് നമ്മൾ കോഡ് ചെയ്യേണ്ടത് Z21 ആണ്. ബട്ട് ഡു നോട്ട് യൂസ് ദിസ് കോഡ് ഇഫ് ദ ടേം AIDS ഈസ് യൂസ്ഡ് ഓർ ഇഫ് ദ പേഷ്യൻ്റ് ഈസ് ട്രീറ്റഡ് ഫോർ എനി HIV റിലേറ്റഡ് ഡിസീസ്. HIV റിലേറ്റഡ് ഡിസീസിന് എപ്പോഴെങ്കിലും ട്രീറ്റ്മെന്റ് എടുത്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ എയ്ഡ്സ് എന്നുള്ള വേർഡാണ് യൂസ് ചെയ്തിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ അസിംറ്റമാറ്റിക് അതായത് Z21 കോഡല്ല യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് കണ്ടീഷൻ, പേഷ്യൻ്റ് വിത്ത് ഇൻകൺക്ലൂസീവ് സിറോളജി. അതായത് ഇൻകൺക്ലൂസീവ് സിറോളജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടെസ്റ്റ് ചെയ്തപ്പോൾ പോസിറ്റീവ് ആണെന്നോ നെഗറ്റീവ് ആണെന്നോ കൺഫേം ചെയ്യാത്ത അവസ്ഥയാണ്. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിൽ നമ്മൾ കോഡ് ചെയ്യേണ്ടത് R75 ആണ് കോഡ് എടുക്കേണ്ടത്.
ഇനി next condition, previously diagnosed HIV related illness. Once a patient has developed an HIV related illness, the patient should always be assigned the code B20 on every subsequent encounter. അതായത് എപ്പോഴെങ്കിലും HIV related illness വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, പേഷ്യന്റിന് വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എപ്പോഴും നമ്മൾ പേഷ്യന്റ് എപ്പോൾ ഹോസ്പിറ്റലിൽ വന്നിട്ടുണ്ടെങ്കിലും നമ്മൾ B20 കോഡ് കൊടുക്കണം. അല്ലാതെ R75ഓ Z21ഓ അല്ല കൊടുക്കേണ്ടത്. എപ്പോഴും നമ്മൾ ഒരിക്കലെങ്കിലും HIV റിലേറ്റഡ് ഇൽനസ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ B20 തന്നെയാണ് എല്ലാ സബ്സിക്വന്റ് എൻകൗണ്ടറിലും നമ്മൾ കൊടുക്കേണ്ടത്. നെക്സ്റ്റ് HIV ഇൻഫെക്ഷൻ ഇൻ പ്രഗ്നൻസി, ചൈൽഡ് ബർത്ത് ആൻഡ് പ്യൂർബേറിയം. പ്യൂർബേറിയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 6 വീക്സ് ആഫ്റ്റർ ചൈൽഡ് ബർത്ത് ആണ്. അതായത് മദറിന്റെ റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് ഒക്കെ ബാക്ക് ടു നോർമൽ ആവുന്ന ഒരു ടൈം പീരീഡ് ആണിത്. അപ്പോൾ ഈ പ്രഗ്നൻസി, ചൈൽഡ് ബർത്ത് ആൻഡ് പ്യൂർബേറിയം ഈ ഒരു പീരീഡിൽ HIV ഇൻഫെക്ഷൻ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് കോഡ് ചെയ്യേണ്ടത് O98.7 ആണ്. HIV കോംപ്ലിക്കേറ്റിംഗ് പ്രഗ്നൻസി, ചൈൽഡ് ബർത്ത് ആൻഡ് പ്യൂർബേറിയം. എപ്പോഴും ഈ ചാപ്റ്റർ 15 ചാപ്റ്ററിൽ എപ്പോഴും ഒരു സീക്വൻസിങ് പ്രയോറിറ്റി ഉണ്ട്. കോഡുകൾക്ക് എപ്പോഴും ഒരു സീക്വൻസിങ് പ്രയോറിറ്റി ഉണ്ട്. അതായിരിക്കും ഫസ്റ്റ് കോഡ് ചെയ്യേണ്ടത്. ഇനി സെക്കൻഡ് കോഡ് ചെയ്യേണ്ടത് HIV കോഡാണ് B20. തേർഡ് കോഡ് ചെയ്യേണ്ടത് എന്തെങ്കിലും റിലേറ്റഡ് ഇൽനസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ്. ഇനിയിപ്പോൾ പ്രഗ്നൻസി, ചൈൽഡ് ബർത്ത് ആൻഡ് പ്യൂർബേറിയൽ പീരീഡിൽ അസിംറ്റമാറ്റിക് HIV ആണ്, സിംറ്റംസ് ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് കോഡ് ചെയ്യേണ്ടത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ O98.7 കോഡാണ് ഫസ്റ്റ് എടുക്കേണ്ടത്. HIV കോംപ്ലിക്കേറ്റിംഗ് പ്രഗ്നൻസി, ചൈൽഡ് ബർത്ത് ആൻഡ് പ്യൂർബേറിയം ആ കോഡ് ഇടുക. സെക്കൻഡ് അസിംറ്റമാറ്റിക് HIVക്ക് Z21 ആണ് കോഡ് ഇടേണ്ടത്. നെക്സ്റ്റ്, എൻകൗണ്ടർ ഫോർ ടെസ്റ്റിംഗ് HIV ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ കൊടുക്കേണ്ട കോഡ് Z11.4 ആണ്. ഇനി HIV ടെസ്റ്റ് ചെയ്തു, പോസിറ്റീവ് ആണ്, പോസിറ്റീവ് വിത്ത് സിംറ്റംസ് ആണെങ്കിൽ B20 കോഡ് കൊടുക്കുക. പോസിറ്റീവ് ബട്ട് നോ സിംറ്റംസ്, അസിംറ്റമാറ്റിക് ആണെങ്കിൽ Z21 കൊടുക്കുക. ഇപ്പോൾ HIV ടെസ്റ്റ് ചെയ്തിട്ട് നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ Z71.7 അതായത് HIV കൗൺസിലിങ്ങിന്റെ കോഡ് കൊടുക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ HIV കോഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. അതായത് കൺഫേംഡ് കേസസ് മാത്രമാണ് കോഡ് ചെയ്യാൻ പാടുള്ളൂ. പിന്നെ പേഷ്യൻ്റ് അഡ്മിറ്റഡ് ഫോർ HIV റിലേറ്റഡ് കണ്ടീഷൻ ആണെങ്കിൽ ഫസ്റ്റ് HIVക്ക് കോഡ് ചെയ്യണം, പിന്നെയാണ് റിലേറ്റഡ് കണ്ടീഷന് കോഡ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ പേഷ്യൻ്റ് അഡ്മിറ്റഡ് വിത്ത് HIV അൺറിലേറ്റഡ് കണ്ടീഷൻ ആണെങ്കിൽ ഫസ്റ്റ് അൺറിലേറ്റഡ് കണ്ടീഷൻ കോഡ് ചെയ്യണം, പിന്നെ HIVക്ക് കോഡ് ചെയ്യണം. പിന്നെ വെദർ ദ പേഷ്യൻ്റ് ഈസ് ന്യൂലി ഡയഗ്നോസ്ഡ്, പുതിയതായിട്ട് ഇപ്പോൾ റിലേറ്റഡ് കണ്ടീഷൻ പുതിയതായിട്ട് ഡയഗ്നോസ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്നാലും ഫസ്റ്റ് HIVക്ക് തന്നെയാണ് കോഡ് കൊടുക്കേണ്ടത്. എന്നിട്ട് HIV റിലേറ്റഡ് ഡിസീസിന് കോഡ് ചെയ്യണം. പിന്നെ അസിംറ്റമാറ്റിക് HIV ആണെങ്കിൽ Z21 ആണ് കോഡ് ഇടേണ്ടത്. പിന്നെ പേഷ്യൻ്റ് വിത്ത് ഇൻകൺക്ലൂസീവ് HIV സിറോളജി ആണെങ്കിൽ R75 ആണ് കോഡ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ HIV ഇൻഫെക്ഷൻ ഇൻ പ്രഗ്നൻസി, ചൈൽഡ് ബർത്ത് ആൻഡ് പ്യൂർബേറിയം ഈ പീരീഡിലാണെങ്കിൽ നമ്മൾ എപ്പോഴും O കോഡാണ് സീക്വൻസിങ് പ്രയോറിറ്റി, അതായത് O98.7 ആണ് ഫസ്റ്റ് കോഡ് ചെയ്യേണ്ടത്. പിന്നെ അത് HIV സിംറ്റംസ് ഉള്ളതാണെങ്കിൽ B20, അസിംറ്റമാറ്റിക് ആണെങ്കിൽ Z21 കൊടുക്കുക. പിന്നെ എൻകൗണ്ടർ ഫോർ ടെസ്റ്റിംഗ് ഫോർ HIV ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നിട്ടുള്ളതാണെങ്കിൽ Z11.4 കൊടുക്കുക. അത് പോസിറ്റീവ് ആണ്, HIV പോസിറ്റീവ് വിത്ത് സിംറ്റംസ് ആണെങ്കിൽ B20, HIV പോസിറ്റീവ് വിത്തൗട്ട് സിംറ്റംസ് ആണെങ്കിൽ Z21. അതുപോലെ തന്നെ HIV ടെസ്റ്റ് ചെയ്തിട്ട് നെഗറ്റീവ് ആണ് എന്നുണ്ടെങ്കിൽ Z71.7 ആണ് കോഡ് കൊടുക്കേണ്ടത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ HIV കോഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇനി നെക്സ്റ്റ് വരുന്നത് നെക്സ്റ്റ് ഗൈഡ് ലൈൻ എന്ന് പറയുന്നത് ഇൻഫെക്ഷ്യസ് ഏജന്റ് ആസ് ദ കോസ് ഓഫ് ഡിസീസസ് ക്ലാസിഫൈഡ് ടു അതർ ചാപ്റ്റേഴ്സ്. അതായത് ചിലപ്പോൾ ഇൻഫെക്ഷൻ വേറെ ചാപ്റ്ററിലായിരിക്കും ഉണ്ടാവുക, പക്ഷെ അതിൻ്റെ ഇൻഫെക്ഷ്യസ് ഏജന്റ് നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് എടുക്കേണ്ടി വരും. ചിലപ്പോൾ ആ ചാപ്റ്ററിൽ ഇൻഫെക്ഷ്യസ് ഏജന്റിൻ്റെയും കൂടെ ഒരു കോമ്പിനേഷൻ കോഡ് ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ആ ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്നായിരിക്കും അതിൻ്റെ ഇൻഫെക്ഷ്യസ് ഓർഗാനിസത്തിൻ്റെ കോഡ് എടുക്കേണ്ടത്. അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ UTI ഡ്യൂ ടു E. coli. അപ്പോൾ നമ്മൾ UTIയുടെ കോഡ് N39.0, പിന്നെ E. coliയുടെ കോഡ് നമ്മൾ ഈ ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്നാണ് എടുക്കുന്നത് B96.20. നെക്സ്റ്റ്, ഇൻഫെക്ഷൻ റെസിസ്റ്റന്റ് ടു ആൻറ്റിബയോട്ടിക്സ്. അതായത് മെനി ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് ആർ റെസിസ്റ്റന്റ് ടു കറണ്ട് ആൻറ്റിബയോട്ടിക്സ്. ഇപ്പോൾ നമ്മളുടെ കയ്യിലുള്ള ആൻറ്റിബയോട്ടിക്സിനോട് റെസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരുപാട് ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് ഉണ്ടാവും. അപ്പോൾ എങ്ങനെയാണ് കോഡ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഫസ്റ്റ് നമ്മൾ ഇൻഫെക്ഷന് കോഡ് ചെയ്യുക, സെക്കൻഡ് നമ്മൾ റെസിസ്റ്റൻസ് ടു ആൻറ്റി മൈക്രോബിയൽ ഡ്രഗ്സിന് കോഡ് ചെയ്യുക. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മെത്തിസിലിൻ റെസിസ്റ്റന്റ് സ്റ്റെഫൈലോകോക്കസ് ഓറിയസ് ഇൻഫെക്ഷൻ റെസിസ്റ്റന്റ് ടു പെൻസിലിൻ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കോഡ്
ചെയ്യേണ്ടത് ആ MRSAക്കാണ്. MRSA ഇൻഫെക്ഷന് ഫസ്റ്റ് കോഡ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് റെസിസ്റ്റന്റ് ടു പെൻസിലിൻ റെസിസ്റ്റന്റ് ആണെന്നുള്ളതിന് Z16.11 കോഡ് ചെയ്യുക. നെക്സ്റ്റ് സെപ്സിസ്, സിവിയർ സെപ്സിസ് ആൻഡ് സെപ്റ്റിക് ഷോക്ക്. നമ്മുടെ ബോഡിയിൽ നമ്മുടെ ബോഡി ടിഷ്യൂലോ ബ്ലഡിലോ ഏതെങ്കിലും മൈക്രോ ഓർഗാനിസത്തിന്റെ പ്രസൻസ് ഉണ്ടെങ്കിൽ നമ്മുടെ ബോഡി തന്നെ അതിനോട് റിയാക്ട് ചെയ്യാൻ ശ്രമിക്കും. അതിനെയാണ് നമ്മൾ സെപ്സിസ് എന്ന് പറയുന്നത്. സംടൈംസ് ഇറ്റ് ലീഡ്സ് ടു ഓർഗൻ ഡിസ്ഫങ്ഷൻ. അങ്ങനെ ആവുമ്പോൾ അതാണ് സിവിയർ സെപ്സിസ്. ഇനി സർക്കുലേറ്ററി സിസ്റ്റത്തിനെ തന്നെ ബാധിക്കുകയാണെങ്കിൽ അതാണ് സെപ്റ്റിക് ഷോക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഇൻഫെക്ഷൻ ഉണ്ടാകുമ്പോൾ അത് സെപ്സിസ്, ആ ഇൻഫെക്ഷൻ എന്തെങ്കിലും ഒരു ഓർഗൻ ഡിസ്ഫങ്ഷനിലേക്ക് ലീഡ് ചെയ്യുകയാണെങ്കിൽ അത് സിവിയർ സെപ്സിസ്. ഇനി സർക്കുലേറ്ററി സിസ്റ്റത്തിനെ തന്നെ ബാധിക്കുകയാണെങ്കിൽ അതാണ് സെപ്റ്റിക് ഷോക്ക് എന്ന് പറയുന്നത്. ഇനി ഇവ കോഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതാണ് പറയുന്നത്. ഫസ്റ്റ് ഇപ്പോൾ സെപ്സിസ് ആണ് എന്ന് ഡയഗ്നോസ് ചെയ്തു, പക്ഷെ കോസൽ ഓർഗാനിസം ഏതാണെന്ന് തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ A41.9 കോഡാണ് നമ്മൾ ഇടുന്നത്. അതായത് സെപ്സിസ് അൺസ്പെസിഫൈഡ് ഓർഗാനിസം. കോസൽ ഓർഗാനിസം തന്നിട്ടില്ലെങ്കിൽ നമ്മൾ A41.9 കോഡ് ഇടും. ഇനി ഓർഗൻ ഡിസ്ഫങ്ഷനും ഉണ്ട് എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ സിവിയർ സെപ്സിസിന്റെ കോഡ് ആദ്യം സെപ്സിസിന് കോഡ് ചെയ്യും, പിന്നെ സിവിയർ സെപ്സിസിന്റെ കോഡായ ആ 65.2 കോഡ് ഇടണം. ഇനി നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ഇപ്പോൾ നമുക്ക് പേഷ്യന്റിന്റെ കേസ് ഷീറ്റിൽ ഇൻകൺക്ലൂസീവ് ബ്ലഡ് കൾച്ചർ ഫോർ സെപ്സിസ് അങ്ങനെയാണ് തന്നിട്ടുള്ളത്. അങ്ങനെയാണെന്ന് തന്നിട്ടുണ്ടെങ്കിൽ അതായത് ഇൻകൺക്ലൂസീവ് സിറോളജി ആണ്, കൺഫേം ചെയ്തിട്ടില്ല. അപ്പം അങ്ങനെയുള്ള കേസുകളിലൊക്കെ നമ്മൾ ആ ഡോക്ടറിന്റെ അടുത്ത് ക്വയറി ചെയ്യണം. അതായത് ഡോക്ടറിന്റെ അടുത്ത് ചോദിക്കണം കറക്റ്റായിട്ട് ആ പേഷ്യന്റിന് സെപ്സിസ് ആണെന്ന് ഡയഗ്നോസിസ് ചെയ്തിട്ടുണ്ടോ. അങ്ങനെ ഡയഗ്നോസിസ് ചെയ്തിട്ടുണ്ടെങ്കിലാണ് നമ്മൾ സെപ്സിസിന്റെ കോഡ് ഇടേണ്ടത്. അതുപോലെ തന്നെ നെക്സ്റ്റ് ഒരു കണ്ടീഷൻ യൂറോ സെപ്സിസ് എന്നാണ് കൊടുത്തിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ അത് ശരിക്കും ഒരു നോൺ സ്പെസിഫിക് ടേം ആണ്. അത് സെപ്സിസിന്റെ ഒരു സിനോണിം ഒന്നുമല്ല. അപ്പൊ അങ്ങനെ വരുന്ന കേസിലും നമുക്ക് ക്വയറി ആവശ്യമാണ്. അതുപോലെ തന്നെ പിന്നെ നെക്സ്റ്റ് ഒരു കണ്ടീഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെപ്സിസ് വിത്ത് ഓർഗൻ ഡിസ്ഫങ്ഷൻ. അപ്പോൾ സെപ്സിസ് മൂലമുള്ള ഓർഗൻ ഡിസ്ഫങ്ഷൻ ആണെങ്കിൽ മാത്രമാണ് നമ്മൾ R65.2 ഇടുള്ളൂ. ആദ്യം സെപ്സിസിന് കോഡ് ചെയ്യും, അത് കഴിഞ്ഞിട്ട് R65.2 സിവിയർ സെപ്സിസിന് കോഡ് ചെയ്യും. ഇപ്പോൾ ഒരു പേഷ്യന്റ് അഡ്മിറ്റ് ആയിട്ടുള്ളത് സെപ്സിസ് ആയിട്ടാണ്, പക്ഷെ ഓർഗൻ ഡിസ്ഫങ്ഷൻ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു റീനൽ ഫെയിലിയർ അങ്ങനെ ഏതെങ്കിലും ഒരു ഓർഗൻ ഡിസ്ഫങ്ഷൻ അത് ഈ സെപ്സിസ് മൂലമല്ല, അല്ലാതെ ഉള്ള ഒരു ഓർഗൻ ഡിസ്ഫങ്ഷൻ ആണെങ്കിൽ ഒരിക്കലും നമ്മൾ സിവിയർ സെപ്സിസിന്റെ കോഡായ R65.2 ഇടാൻ പാടില്ല. അപ്പോൾ സെപ്സിസ് ലീഡ്സ് ടു ഓർഗൻ ഡിസ്ഫങ്ഷൻ ആണെങ്കിൽ മാത്രമാണ് നമ്മൾ സിവിയർ സെപ്സിസിന്റെ കോഡ് ഇടാൻ പാടുള്ളൂ. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. നെക്സ്റ്റ് സിവിയർ സെപ്സിസ് കോഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അതായത് സിവിയർ സെപ്സിസ് എന്ന് പറയുമ്പോൾ തന്നെ അതിന് 2 കോഡ്സ് എന്തായാലും മിനിമം 2 കോഡ്സ് എങ്കിലും ഉണ്ടാവും. ആദ്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആദ്യം സെപ്സിസിനാണ് കോഡ് ചെയ്യേണ്ടത്. സിസ്റ്റമിക് ഇൻഫെക്ഷന് കോഡ് ചെയ്യണം. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ സിവിയർ സെപ്സിസിന് കോഡ് ചെയ്യേണ്ടത്. R65.2 കോഡ് അത് കഴിഞ്ഞിട്ടാണ് എടുക്കേണ്ടത്. അപ്പോൾ സിവിയർ സെപ്സിസ് ഒരിക്കലും ഒരു ആദ്യത്തെ കോഡായിട്ട് വരില്ല, അതൊരു സെക്കൻഡറി കോഡാണ്. ഇനി അതിന് ഒരു എക്സാമ്പിൾ നോക്കാം. പേഷ്യന്റ് അഡ്മിറ്റഡ് വിത്ത് സിവിയർ സെപ്സിസ് അങ്ങനെയാണ് പറഞ്ഞേക്കണേ. അപ്പൊ നമ്മൾ ഒരിക്കലും സിവിയർ സെപ്സിസിന് മാത്രമല്ല കോഡ് എടുക്കേണ്ടത്. ആദ്യം നമ്മൾ സെപ്സിസിന് കോഡ് ചെയ്യണം. സെപ്സിസ് അൺസ്പെസിഫൈഡ് ഓർഗാനിസം, അതിന് നമ്മൾ A41.9 കോഡ് ചെയ്യുക. ആദ്യം സെപ്സിസിന് കോഡ് ചെയ്യുക, അത് കഴിഞ്ഞിട്ട് സിവിയർ സെപ്സിസിന് കോഡ് ചെയ്യുക R65.20. അപ്പൊ അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പിന്നെ ഇനി ഒരു എക്സാമ്പിളും കൂടെ പറയാം. സെപ്സിസ് ആൻഡ് അക്യൂട്ട് റെസ്പിറേറ്ററി ഫെയിലിയർ ഡ്യൂ ടു COPD എക്സാസർബേഷൻ. അതായത് പേഷ്യന്റ് അഡ്മിറ്റ് ആയിട്ടുള്ളത് സെപ്സിസ് ആയിട്ടാണ്. അതുപോലെ തന്നെ ആ പേഷ്യന്റിന് റെസ്പിറേറ്ററി ഫെയിലിയർ ഉണ്ട്, അക്യൂട്ട് റെസ്പിറേറ്ററി ഫെയിലിയർ ഉണ്ട്, COPD വേഴ്സ്റ്റ് ആയിട്ട്, ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസ് വേഴ്സ്റ്റ് ആയിട്ട്, അതുമൂലം റെസ്പിറേറ്ററി ഫെയിലിയറും ആയിട്ടുണ്ട്. അങ്ങനെയാണ് പേഷ്യന്റിന്റെ കേസ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കോഡ് ചെയ്യേണ്ടത് സെപ്സിസിന് കോഡ് ചെയ്യുക. ഇതിനകത്ത് സിവിയർ സെപ്സിസ് നമ്മൾ കോഡ് ചെയ്യില്ല, കാരണം സെപ്സിസ് മൂലമല്ല അക്യൂട്ട് റെസ്പിറേറ്ററി ഫെയിലിയർ ഉണ്ടായിട്ടുള്ളത്, COPD എക്സാസർബേഷൻ മൂലമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരിക്കലും ഇതിനകത്ത് സിവിയർ സെപ്സിസ് കോഡ് ചെയ്യില്ല. ഫസ്റ്റ് നമ്മൾ സെപ്സിസിന് കോഡ് ചെയ്തു, സെപ്സിസ് അൺസ്പെസിഫൈഡ് ഓർഗാനിസം അതിന് കോഡ് ചെയ്തു A41.9. ദെൻ നമ്മൾ സെക്കൻഡ് കോഡ് എടുക്കേണ്ടത് ക്രോണിക്
ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസിനാണ് അതിന് കോഡ് ചെയ്യുക. J44.1 ആണ് അതിൻ്റെ കോഡ്. അത് കഴിഞ്ഞിട്ട് റെസ്പിറേറ്ററി ഫെയിലിയറിന് കോഡ് ചെയ്യുക J96.00. അക്യൂട്ട് റെസ്പിറേറ്ററി ഫെയിലിയർ അൺസ്പെസിഫൈഡ് വെദർ വിത്ത് ഹൈപ്പോക്സിയ ഓർ ഹൈപ്പർകാപ്നിയ. അപ്പോൾ അങ്ങനെയാണ് കോഡ് എടുക്കേണ്ടത്. അതായത് ഇത്രയേ ഉള്ളൂ. സിവിയർ സെപ്സിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ സെപ്സിസിനാണ് ഫസ്റ്റ് കോഡ് ചെയ്യേണ്ടത്. സെപ്സിസ്, അത് കഴിഞ്ഞിട്ട് സിവിയർ സെപ്സിസ്, അക്യൂട്ട് ഓർഗൻ ഡിസ്ഫങ്ഷൻ, അങ്ങനെയാണ് കോഡ് ചെയ്യേണ്ടത്. പിന്നെ അക്യൂട്ട് ഓർഗൻ ഡിസ്ഫങ്ഷൻ സെപ്സിസ് മൂലമല്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ സിവിയർ സെപ്സിസിന് കോഡ് ചെയ്യാൻ പാടില്ല. അതിനുള്ള ഒരു എക്സാമ്പിൾ ആണ് ഇപ്പോൾ പറഞ്ഞത്. നെക്സ്റ്റ്, സെപ്റ്റിക് ഷോക്ക്, സർക്കുലേറ്ററി ഫെയിലിയർ അസോസിയേറ്റഡ് വിത്ത് സിവിയർ സെപ്സിസ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ഫസ്റ്റ് കോഡ് ചെയ്യേണ്ടത് സെപ്സിസ്, സെക്കൻഡ് കോഡ് ചെയ്യേണ്ടത് സിവിയർ സെപ്സിസ് വിത്ത് സെപ്റ്റിക് ഷോക്ക്. പിന്നെ എന്തെങ്കിലും ഓർഗൻ ഡിസ്ഫങ്ഷനും കൂടെ ഉണ്ടെങ്കിൽ അതും കൂടെ കോഡ് ചെയ്യണം. ഇനി സെപ്സിസ് ആൻഡ് സിവിയർ സെപ്സിസ് വിത്ത് എ ലോക്കലൈസ്ഡ് ഇൻഫെക്ഷൻ. അതായത് ഒരു പേഷ്യൻ്റ് അഡ്മിറ്റ് ആവുമ്പോൾ സെപ്സിസും ഉണ്ട്, സെപ്സിസോ അല്ലെങ്കിൽ സിവിയർ സെപ്സിസോ ഉണ്ട്, അതുപോലെ തന്നെ ഒരു ലോക്കലൈസ്ഡ് ഇൻഫെക്ഷനും കൂടെ ഉണ്ട്. ഒരു പേഷ്യൻ്റ് അഡ്മിറ്റ് ആവുമ്പോൾ ഈ കണ്ടീഷൻസ് ഒക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് കോഡ് ചെയ്യേണ്ടത് സിസ്റ്റമിക് ഇൻഫെക്ഷൻ, അതായത് സെപ്സിസിന് ആദ്യം കോഡ് ചെയ്യുക, പിന്നെ ലോക്കലൈസ്ഡ് ഇൻഫെക്ഷന് കോഡ് ചെയ്യുക, തേർഡ് നമ്മൾ സിവിയർ സെപ്സിസിന് കോഡ് ചെയ്യുക. ഇനി if the patient is admitted with localized infection such as pneumonia and sepsis or severe sepsis develop after admission, അതായത് പേഷ്യൻ്റ് അഡ്മിറ്റ് ആയിട്ടുള്ളത് ഒരു ലോക്കലൈസ്ഡ് ഇൻഫെക്ഷൻ ആയിട്ടാണ്, അതായത് ന്യൂമോണിയ അങ്ങനെ എന്തെങ്കിലും ഒരു ലോക്കലൈസ്ഡ് ഇൻഫെക്ഷൻ ആയിട്ടാണ് അഡ്മിറ്റ് ആയിട്ടുള്ളത്. അതിനുശേഷം അഡ്മിറ്റ് ആയതിനു ശേഷം പിന്നീട് സെപ്സിസ് അല്ലെങ്കിൽ സിവിയർ സെപ്സിസ് ഡെവലപ്പ് ചെയ്തു. അങ്ങനെ പറയുകയാണെങ്കിൽ ഫസ്റ്റ് നമ്മൾ അഡ്മിറ്റ് ആയപ്പോൾ ഉള്ളത് ഒരു ലോക്കലൈസ്ഡ് ഇൻഫെക്ഷൻ ആയിരുന്നു. അപ്പം നമ്മൾ ഫസ്റ്റ് കോഡ് ചെയ്യേണ്ടത് ലോക്കലൈസ്ഡ് ഇൻഫെക്ഷൻ ആണ്. പിന്നെ സെക്കൻഡ് കോഡ് ചെയ്യേണ്ടത് സെപ്സിസോ സിവിയർ സെപ്സിസ്, അങ്ങനെയാണ് കോഡ് ചെയ്യേണ്ടത്. Next, sepsis due to post-procedural infection. In such cases, post-procedural infection should be coded first. അതായത് post-procedural infection മൂലം sepsis ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ ആദ്യം post-procedural infection ആണ് കോഡ് ചെയ്യേണ്ടത്. അതായത് a code from T81.40 to T81.43 infection following a procedure or a code from O86.00 to O86.03 ഇൻഫെക്ഷൻ ഓഫ് ഒബ്സ്റ്റട്രിക് സർജിക്കൽ വൂണ്ട്, അതാണ് നമ്മൾ ഫസ്റ്റ് കോഡ് ചെയ്യേണ്ടത്. ഇൻഫെക്ഷൻ ഫോളോയിങ് എ പ്രൊസീജിയർ, അതാണ് നമ്മൾ കോഡ് ചെയ്യേണ്ടത്. ഇനി സെക്കൻഡ് കോഡ് ചെയ്യേണ്ടത് സെപ്സിസ് ഫോളോയിങ് എ പ്രൊസീജിയർ T81.44 ഓ സെപ്സിസ് ഫോളോയിങ് ആൻ ഒബ്സ്റ്റട്രിക് പ്രൊസീജിയർ O86.04. നെക്സ്റ്റ്, ഇനി ഇൻഫെക്ഷ്യസ് ഏജന്റ് തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനായിട്ട് അഡീഷണൽ കോഡ് എടുക്കണം. ഇനി ഇഫ് ദ പേഷ്യന്റ് ഹാസ് സിവിയർ സെപ്സിസ്, ദ അപ്രോപ്രിയേറ്റ് കോഡ് ഫ്രം സബ് കാറ്റഗറി R65.2 ഷുഡ് ഓൾസോ ബി അസൈൻഡ് വിത്ത് അഡീഷണൽ കോഡ് ഫോർ എനി അക്യൂട്ട് ഓർഗൻ ഡിസ്ഫങ്ഷൻ. അതായത് പേഷ്യന്റിന് സിവിയർ സെപ്സിസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ R65.2 കോഡ് ഇടണം സിവിയർ സെപ്സിസിന്റെ. അതുപോലെ തന്നെ ഓർഗൻ ഡിസ്ഫങ്ഷൻ തന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ കോഡ് ഇടണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഒരു പോസ്റ്റ് പ്രൊസീജിയറൽ ഇൻഫെക്ഷൻ മൂലം സെപ്സിസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആദ്യം ആ പോസ്റ്റ് പ്രൊസീജിയറൽ ഇൻഫെക്ഷന് കോഡ് ചെയ്യുക, പിന്നെ സെപ്സിസ് ഫോളോയിങ് എ പ്രൊസീജിയർ അത് കോഡ് ചെയ്യുക, പിന്നെ ഇൻഫെക്ഷ്യസ് ഏജന്റ് തന്നിട്ടുണ്ടെങ്കിൽ ഇൻഫെക്ഷ്യസ് ഏജന്റിന് കോഡ് ചെയ്യുക, സിവിയർ സെപ്സിസ് ആയിട്ടുണ്ടെങ്കിൽ സിവിയർ സെപ്സിസിനും അക്യൂട്ട് ഓർഗൻ ഡിസ്ഫങ്ഷൻ തന്നിട്ടുണ്ടെങ്കിൽ അതും കോഡ് ചെയ്യണം. ഇതായിരിക്കണം ഓർഡർ. ഇനി ഇൻഫെക്ഷൻസ് ഫോളോയിങ് ഇൻഫ്യൂഷൻ, ട്രാൻസ്ഫ്യൂഷൻ ആൻഡ് തെറാപ്യൂട്ടിക് ഇഞ്ചക്ഷൻ, അങ്ങനെയാണെങ്കിൽ നമ്മൾ എ കോഡ് ഫ്രം കാറ്റഗറി T80.2 കോഡാണ് നമ്മൾ ഫസ്റ്റ് എടുക്കേണ്ടത്. ഇനി ഇൻഫെക്ഷൻ ഫോളോയിങ് ഇമ്മ്യൂണൈസേഷൻ ആണെങ്കിൽ T88.0 ആ കോഡാണ് ഫസ്റ്റ് എടുക്കേണ്ടത്. പിന്നെ സ്പെസിഫിക് ഇൻഫെക്ഷന് കോഡ് ചെയ്യണം. പിന്നെ പേഷ്യന്റിന് സിവിയർ സെപ്സിസ് ഉണ്ടെങ്കിൽ R65.2ഉം പിന്നെ ഓർഗൻ ഡിസ്ഫങ്ഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കോഡും കൂടെ അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്യണം. Next, post-procedural infection and post-procedural septic shock. If a post-procedural infection has resulted in post-procedural septic shock, അങ്ങനെയാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് സെപ്സിസ് ഡ്യൂ ടു എ post-procedural infection കോഡ് ചെയ്യണം. പിന്നെ post-procedural septic shock അതായത് T81.12 കോഡ് ചെയ്യണം. ഒരിക്കലും R65.21 കോഡ് ചെയ്യരുത്. സിവിയർ സെപ്സിസ് വിത്ത് സെപ്റ്റിക് ഷോക്ക് അതല്ല കോഡ് ചെയ്യേണ്ടത്. ആദ്യം സെപ്സിസ് ഡ്യൂ ടു എ പോസ്റ്റ് പ്രൊസീജിയറൽ ഇൻഫെക്ഷൻ, പിന്നെ പോസ്റ്റ്
procedural septic shock അങ്ങനെയാണ് കോഡ് ചെയ്യേണ്ടത്. ഇനി നെക്സ്റ്റ് സെപ്സിസ് ആൻഡ് സിവിയർ സെപ്സിസ് അസോസിയേറ്റഡ് വിത്ത് എ നോൺ ഇൻഫെക്ഷ്യസ് കണ്ടീഷൻ. അപ്പോൾ ഇത്രയും നേരം നമ്മൾ പോസ്റ്റ് പ്രൊസീജിയറൽ ഇൻഫെക്ഷൻ ലീഡ്സ് ടു സെപ്സിസ്, സിവിയർ സെപ്സിസ് അങ്ങനെയൊക്കെയാണ് പറഞ്ഞിരുന്നത്. ഇനിയിപ്പോൾ ഒരു നോൺ ഇൻഫെക്ഷ്യസ് കണ്ടീഷനിൽ നിന്ന് സെപ്സിസ് ആവുകയാണ്, സിവിയർ സെപ്സിസ് ആവുകയാണ്, അങ്ങനെയാണ് വരുന്നതെങ്കിൽ, അതായത് നോൺ ഇൻഫെക്ഷ്യസ് കണ്ടീഷൻ സച്ച് ആസ് ട്രോമ, ബേൺ ഓ സീരിയസ് ഇഞ്ചുറി, അങ്ങനെ അതിൽ നിന്ന് സെപ്സിസോ സിവിയർ സെപ്സിസോ ആവുകയാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് കോഡ് ചെയ്യേണ്ടത് നോൺ ഇൻഫെക്ഷ്യസ് കണ്ടീഷൻ ആണ്. അത് കഴിഞ്ഞിട്ട് കോഡ് ഫോർ ദ റിസൾട്ടിങ് ഇൻഫെക്ഷൻ അങ്ങനെ കോഡ് ചെയ്യണം. പിന്നെ സിവിയർ സെപ്സിസ് ആയിട്ടുണ്ടെങ്കിൽ ആ 65.2, പിന്നെ ഓർഗൻ ഡിസ്ഫങ്ഷൻ ഉണ്ടെങ്കിൽ അതിനും കോഡ് ചെയ്യണം. പിന്നെ ഒരിക്കലും ആ 65.1 കോഡ് ചെയ്യരുത്. സിസ്റ്റമിക് ഇൻഫ്ലമേറ്ററി റെസ്പോൺസ് സിൻഡ്രോം ഓഫ് നോൺ ഇൻഫെക്ഷ്യസ് ഒറിജിൻ അങ്ങനെയല്ല കോഡ് ചെയ്യേണ്ടത്. ഇനി നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. Patient admitted with multiple third-degree burn of left upper arm developed severe MSSA sepsis with septic shock. അപ്പോൾ ഈ കേസിൽ നമ്മൾ ഫസ്റ്റ് കോഡ് ചെയ്യേണ്ടത് നോൺ ഇൻഫെക്ഷ്യസ് കണ്ടീഷൻ ആണ്, ബേണിനാണ് കോഡ് ചെയ്യേണ്ടത്. സെക്കൻഡ് കോഡ് ചെയ്യേണ്ടത് സെപ്സിസ്, തേർഡ് കോഡ് ചെയ്യേണ്ടത് സിവിയർ സെപ്സിസ് വിത്ത് സെപ്റ്റിക് ഷോക്ക്. അതായത് ഇതിൻ്റെ ആൻസർ T22.332A, A41.01, R65.21 ഇങ്ങനെയാണ് ഇതിൻ്റെ ആൻസർ വരിക. ഇനി അപ്പോൾ ഇത്രയേ ഉള്ളൂ സെപ്സിസ്, സിവിയർ സെപ്സിസ്, സെപ്റ്റിക് ഷോക്ക്. ഇനി അടുത്തൊരു കണ്ടീഷൻ മെത്തിസിലിൻ റെസിസ്റ്റൻറ്റ് സ്റ്റെഫൈലോകോക്കസ് ഓറിയസ് ഓർ MRSA. അപ്പോൾ MRSA കോഡ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? കോമ്പിനേഷൻ കോഡ് ഫോർ MRSA ഇൻഫെക്ഷൻ, അതായത് കോമ്പിനേഷൻ കോഡ് ഉണ്ടെങ്കിൽ, അതായത് കോസൽ ഓർഗാനിസവും ഇൻഫെക്ഷനും ഒരൊറ്റ കോഡിൽ തന്നെ കിട്ടുകയാണെങ്കിൽ നമ്മൾ ആ ഒരു കോഡ് മാത്രം ചെയ്താൽ മതി, ആ കോമ്പിനേഷൻ കോഡ് മാത്രം ഇട്ടാൽ മതി. ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ സെപ്സിസ് ഡ്യൂ ടു MRSA, അതിൻ്റെ കോഡ് വരിക A41.02. അതിനകത്ത് സെപ്സിസും ഉണ്ട് MRSAയും ഉണ്ട്. അതിന് സെപ്പറേറ്റ് കോഡ് ചെയ്യേണ്ട ആവശ്യമില്ല, ഒരൊറ്റ കോഡിൽ തന്നെ നമുക്ക് കിട്ടും ആൻസർ. അതുപോലെ വേറൊരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ന്യൂമോണിയ ഡ്യൂ ടു MRSA, J15.212 ആണ് ഇതിൻ്റെ കോഡ്. ന്യൂമോണിയയ്ക്കും MRSAയ്ക്കും സെപ്പറേറ്റ് കോഡ് ചെയ്യേണ്ട ആവശ്യമില്ല, ഒരൊറ്റ കോഡിൽ തന്നെ ഒരു കോമ്പിനേഷൻ കോഡായിട്ട് നമുക്ക് കിട്ടും. അതാണ് ഫസ്റ്റ്. അല്ലാതെ സെപ്പറേറ്റ് ആയിട്ട് B95.62 MRSA ഇൻഫെക്ഷൻ ആസ് ദ കോസ് ഓഫ് ഡിസീസ് ക്ലാസിഫൈഡ് എൽസ്വെയർ ആ കോഡ് കൊടുക്കേണ്ട ആവശ്യമില്ല, നമ്മൾക്ക് കോമ്പിനേഷൻ കോഡ് ആണല്ലോ, അപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് കോഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി ഡു നോട്ട് അസൈൻ എ കോഡ് ഫ്രം സബ് കാറ്റഗറി Z16.11 റെസിസ്റ്റൻസ് ടു പെൻസിലിൻ ആസ് ആൻ അഡീഷണൽ കോഡ്. Z16.11ന്റെ കോഡും ഇടേണ്ട ആവശ്യമില്ല. ഇനി other codes for MRSA infection. If there is no combination codes that includes the causal organism, assign the appropriate code to identify the condition along with code B95.62 methicillin resistant Staphylococcus aureus infection as the cause of disease classified elsewhere for the MRSA infection. ഇനി കോമ്പിനേഷൻ കോഡ് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ സെപ്പറേറ്റ് കോഡുകൾ കൊടുക്കണം. ഇൻഫെക്ഷന് കോഡ് ചെയ്യണം, അതുപോലെ തന്നെ B95.62 methicillin resistant Staphylococcus aureus infectionന്റെ കോഡും കൊടുക്കണം. Next, do not assign a code from subcategory Z16.11 resistance to penicillin. Z16.11 കൊടുക്കാൻ പാടില്ല, നമ്മൾ മെത്തിസിലിൻ റെസിസ്റ്റൻറ്റ് സ്റ്റെഫൈലോകോക്കസ് ഓറിയസിൻ്റെ കോഡാണ് കൊടുക്കേണ്ടത്, അതായത് B95.62 ആണ് നമ്മൾ കൊടുക്കേണ്ടത്. ഇനി ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ UTI ഡ്യൂ ടു MRSA. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കോഡ് ചെയ്യേണ്ടത് UTIക്കാണ്, അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് കോഡ് ചെയ്യേണ്ടത് MRSAക്ക്. N39.0 UTIയുടെ കോഡാണത്, പിന്നെ MRSAയുടെ കോഡ് B95.62. ഇത് കോമ്പിനേഷൻ കോഡായിട്ട് കിട്ടാത്തത് കൊണ്ട് നമ്മൾ രണ്ടിനും സെപ്പറേറ്റ് കോഡ് ചെയ്യണം. അപ്പോൾ ആദ്യം ഇൻഫെക്ഷന് കോഡ് ചെയ്തു, രണ്ടാമത് അതിൻ്റെ കോസൽ ഓർഗാനിസത്തിന് കോഡ് ചെയ്തു. അപ്പോൾ നെക്സ്റ്റ് കണ്ടീഷൻ MSSA ആൻഡ് MRSA കൊളോണൈസേഷൻ, അതായത് മെത്തിസിലിൻ സക്സെപ്റ്റബിൾ സ്റ്റെഫൈലോകോക്കസ് ഓറിയസ് ആൻഡ് മെത്തിസിലിൻ റെസിസ്റ്റൻറ്റ് സ്റ്റെഫൈലോകോക്കസ് ഓറിയസ് കൊളോണൈസേഷൻ. കൊളോണൈസേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ MSSA അല്ലെങ്കിൽ MRSA ഈസ് പ്രസൻറ്റ് ഇൻ ദ ബോഡി വിത്തൗട്ട് നെസസറിലി കോസിങ് ഇൽനെസ് ഒന്നും ഉണ്ടാവില്ല, പക്ഷെ ആളുടെ ബോഡിയിൽ അതുണ്ട്, MSSA ഓർ MRSA ആ മൈക്രോ ഓർഗാനിസം ഉണ്ട്.
A positive MRSA colonization test must be documented by the provider as MRSA screen positive. ഇപ്പോൾ MRSA colonization ടെസ്റ്റ് ചെയ്യുമ്പോൾ അത് പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ ഡോക്യുമെന്റ്സിൽ MRSA സ്ക്രീൻ പോസിറ്റീവ് അല്ലെങ്കിൽ MRSA നെയ്സൽ സ്വബ് പോസിറ്റീവ് അങ്ങനെയൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടാവുക. അപ്പോൾ അങ്ങനെ വരുന്ന കണ്ടീഷനിൽ നമ്മൾ Z22.322 കോഡ് ചെയ്യണം. അതായത് കാരിയർ ഓർ സസ്പെക്റ്റഡ് കാരിയർ ഓഫ് MRSA ഫോർ പേഷ്യൻസ് ഡോക്യുമെന്റഡ് ആസ് ഹാവിംഗ് MRSA colonization. ഇനി MSSA ആണെന്നുണ്ടെങ്കിൽ അതായത് മെത്തിസിലിൻ സക്സെപ്റ്റബിൾ സ്റ്റെഫൈലോകോക്കസ് ഓറിയസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ Z22.321 ആണ് കോഡ് ചെയ്യേണ്ടത്. കാരിയർ ഓർ സസ്പെക്റ്റഡ് കാരിയർ ഓഫ് MSSA ഫോർ പേഷ്യൻറ്റ് ഡോക്യുമെന്റഡ് ആസ് ഹാവിംഗ് MSSA colonization. അപ്പോൾ അങ്ങനെയാണ് MSSA അല്ലെങ്കിൽ MRSA colonizationൽ നമ്മൾ കോഡ് ചെയ്യേണ്ടത്. Z22.322 MRSA ആണെങ്കിൽ MSSA ആണെങ്കിൽ Z22.321. ഇനി MRSA colonization and infection. If a patient is documented as having both MRSA colonization and a infection during a hospital admission, code Z22.322 carrier or suspected carrier of MRSA and a code for the MRSA infection both may be assigned. അതായത് ഇപ്പോൾ പേഷ്യൻ്റ് അഡ്മിറ്റ് ആയിട്ടുള്ളത് MRSA colonization ആയിട്ടാണ്, പിന്നീട് ആൾക്ക് അസുഖം വരികയും ചെയ്തു. അപ്പോൾ അങ്ങനെ വരുന്ന കേസിൽ എങ്ങനെയാണ് കോഡ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം colonization തന്നെയാണ് കോഡ് ചെയ്യേണ്ടത്. MRSA colonization ആയതുകൊണ്ട് Z22.322 കോഡ് ചെയ്യുക, പിന്നീട് MRSA ഇൻഫെക്ഷന് കോഡ് ചെയ്യുക. നെക്സ്റ്റ് സിഗ വൈറസ് ഇൻഫെക്ഷൻ. സിഗ വൈറസ് ഇൻഫെക്ഷൻ്റെ കോഡ് A92.5 ആണ്. സിഗ വൈറസ് കോഡ് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൺഫേംഡ് കേസസ് മാത്രമാണ് കോഡ് ചെയ്യാൻ പാടുള്ളൂ. സസ്പെക്റ്റഡ്, പോസിബിൾ ഓർ പ്രൊബബിൾ സിഗ വൈറസ് ഇൻഫെക്ഷൻ എന്നൊന്നും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും A92.5 കോഡ് ചെയ്യാൻ പാടില്ല. അങ്ങനെയുള്ള കണ്ടീഷനിൽ റീസൺ ഫോർ എൻകൗണ്ടർ, എന്തിനാണോ പേഷ്യൻ്റ് വന്നത്, ഇപ്പോൾ ഫീവർ, റാഷ്, ജോയിൻറ്റ് പെയിൻ അങ്ങനെ എന്താണോ റീസൺ അതിനാണ് നമ്മൾ കോഡ് ചെയ്യേണ്ടത്. പിന്നെ കോണ്ടാക്ട് വിത്ത് ആൻഡ് സസ്പെക്റ്റഡ് എക്സ്പോഷർ ടു സിഗ വൈറസ്, കോണ്ടാക്ട് വന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ സസ്പെക്റ്റഡ് എക്സ്പോഷർ ടു സിഗ വൈറസ് അങ്ങനെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ Z20.821 കോഡാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ സിഗ വൈറസ് ഇൻഫെക്ഷനിൽ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഫസ്റ്റ് ചാപ്റ്ററിലുള്ള ഗൈഡ് ലൈൻസ്. അപ്പോൾ ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസും കൂടെ താഴെ കൊടുക്കുന്നുണ്ട്, അപ്പോൾ അതെല്ലാവരും ചെയ്ത് നോക്കണം. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ അതിൻ്റെ ആൻസേഴ്സ് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഈ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ബൈ.